മെൻ്റൽ ഹെൽത്ത് ഡേ ചലഞ്ചിൻ്റെ ഒന്നാം ദിവസം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ആ കാര്യങ്ങളുടെ യഥാർത്ഥ വസ്തുത നോക്കിയിട്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത ചില വിശ്വാസങ്ങളുടെയും ചില മനോഭാവങ്ങളുടെയും കണ്ണാടി വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരേ കാര്യത്തെക്കുറിച്ച് 10 ആളെ മുമ്പിലേക്ക് കൊണ്ടുപോയിച്ചാൽ 10 ആൾക്കും പറയാനുള്ളത് 10 കാര്യങ്ങളായിരിക്കും. അത് ആ കാര്യങ്ങളുടെ ഒരു യഥാർത്ഥം നോക്കിയല്ല പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ മെൻ്റൽ ഗ്ലാസ്, നമ്മൾ കാര്യങ്ങളെ നോക്കി നടക്കുന്ന ഈ കണ്ണാടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതെങ്ങനെയാണോ അങ്ങനത്തെ ഒരു കണ്ണാടിയിലൂടെ നമ്മൾ കാര്യങ്ങളെ നോക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പല കാര്യങ്ങളെയും നോക്കി കാണുന്ന നമ്മളെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിലല്ല, അത് ആ പ്രശ്നത്തിലാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ CBT എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ടൂളിൻ്റെ പ്രിൻസിപ്പിൾസാണ്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളെ അലട്ടുന്ന നെഗറ്റീവ് ചിന്ത, നിങ്ങൾക്കിപ്പോൾ എനിക്ക് അത് ജയിക്കാൻ പറ്റൂല എന്നൊക്കെ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഉണ്ടാവും. സംഗതി നിങ്ങൾക്ക് സാധ്യമാവാഞ്ഞിട്ടാണോ? അല്ല, മറിച്ച് എന്താണ്, നിങ്ങളങ്ങനെ വിചാരിക്കുകയാണ്. നിങ്ങൾ ഈ കണ്ണാടി പൊട്ടിയിട്ടുണ്ട്, ഈ പൊട്ടിയ കണ്ണാടിയുടെ നോക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ കണ്ണാടിയിൽ ചിലപ്പോൾ ഈ മണൽത്തരികൾ വന്ന് നിൽക്കുന്നുണ്ടാവും, അതിലൂടെ നോക്കുമ്പോൾ ക്ലാരിറ്റി കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നെഗറ്റീവ് ചിന്തയെ അതിൻ്റെ മറുവശത്ത് മറ്റൊരു ചിന്തയായിട്ടൊന്ന് എഴുതി വെക്കാം. മനസ്സിലായില്ലേ? മറ്റൊരു ചിന്തയായിട്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് വേർഷൻ അവിടെ എഴുതി വെക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതിന് പറ്റിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്ത എഴുതിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ പറയും ഞാൻ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ ഞാൻ തോറ്റേക്കാം, ചിലപ്പോൾ ഞാൻ ജയിച്ചേക്കാം, അതൊക്കെ ഒരു സ്വാഭാവികമാണ് അല്ലേ? ആ രീതിയിൽ എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക. മനസ്സിലായില്ലേ?